ലൂക്ക 2:20 തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരികെ പോയി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇടയന്മാർ പുൽക്കൂട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് ഈശോയെ കണ്ടതിന് ശേഷം അവരുടെ മടക്കയാത്രയുടെ സ്വഭാവം ഇവിടെ എടുത്തു പറയുകയാണ്. അവരുടെ മടക്കയാത്ര മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള യാത്ര, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയായി മാറുകയാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള യാത്ര ആയി മാറുകയാണ്. സ്നേഹമുള്ളവരെ, ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മറക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി മാറുന്നുണ്ടോ എന്നൊരു തോന്നൽ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ പുറകെ അതിൻ്റെ ക്രെഡിറ്റും ഞാനൊക്കെ ഏറ്റെടുക്കുന്ന വിധത്തിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തി ഉയർത്തി നിർത്താൻ പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഇടയന്മാർ വ്യത്യസ്തരാവുകയാണ്. ഇടയന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ തിരികെ പോവുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരികെ പോവുക. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് അത്ഭുതകരമായിട്ടാണ്. ആ അത്ഭുതകരമായ ഇടപെടൽ ദൈവം സമ്മാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഭാവം സ്തുതിയുടെ ഭാവമാണ്, മഹത്വത്തിൻ്റെ ഭാവമാണ്. ഇന്നേ ദിവസം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമുക്ക് മാറ്റിവെച്ചാലോ? ഇടയന്മാർ സ്തുതിച്ച് തിരികെ പോയതുപോലെ, മഹത്വപ്പെടുത്തി തിരികെ പോയതുപോലെ സ്നേഹമുള്ള ഇന്നത്തെ നമ്മുടെ ഈ യാത്ര സ്തുതിയുടെ യാത്രയായി മാറട്ടെ, മഹത്വത്തിൻ്റെ യാത്രയായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.